ബലിപീഠം ദൈവത്തിന് ബലിയർപ്പിക്കുന്നതും മനുഷ്യൻ ദൈവവുമായി സംഗമിക്കുന്നതുമായ വിശുദ്ധ സ്ഥലമാണ്. പഴയ നിയമത്തിൽ മനുഷ്യൻ തന്റെ ഏറ്റവും വിലപ്പെട്ടത് ദൈവത്തിന് സമർപ്പിച്ച് ദൈവസാന്നിധ്യം അന്വേഷിക്കുന്ന സ്ഥലമായി മാറി. എന്നാൽ പുതിയ നിയമത്തിൽ ബലിപീഠത്തിന്റെ അർത്ഥം കൂടുതൽ ആഴമുള്ളതാകുന്നു. യേശുവിന്റെ കുരിശു തന്നെ ഏറ്റവും വലിയ ബലിപീഠമായി മാറി. അവിടെ ബലിയർപ്പിച്ചത് വസ്തുക്കളല്ല, സ്വന്തം ജീവിതം തന്നെയായിരുന്നു. അതൊരു സ്വയം സമർപ്പണമായി മാറി. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതം തന്നെയാണ് ബലി എന്ന് തന്നെയാണ്. ഇനി ഒരിക്കലും ദൈവം മൃഗബലി ആഗ്രഹിക്കുന്നില്ല. അതിനാൽ ബലിപീഠത്തിൽ വയ്ക്കുന്നത് വസ്തുക്കളല്ല, അത് എപ്പോഴും സ്വയം തന്നെയാണ്, നമ്മളെ തന്നെയാണ്. ബലിപീഠം മാറ്റത്തിന്റെ സ്ഥലമാണ്. ബലിപീഠത്തിൽ വെച്ചത് പഴയതുപോലെ തിരികെ വരില്ല. ക്രിസ്തുവിന് കുരിശ് ഒരു ബലിപീഠമായിരുന്നു. ജീവിതത്തിലെ കഷ്ടതകൾ ബലിയായി നമുക്ക് മാറ്റുവാൻ കഴിയും. ബലിപീഠത്തിൽ വയ്ക്കുമ്പോൾ അപ്പം ക്രിസ്തുവിന്റെ ശരീരമായി മാറുന്നതുപോലെ ദൈവത്തിന് സമർപ്പിച്ച ജീവിതവും രൂപാന്തരം പ്രാപിക്കുന്നു. അഹങ്കാരം വിനയമായി മാറുന്നു, സ്വാർത്ഥത സ്നേഹമായി മാറുന്നു, വേദന കൃപയുടെ അനുഭവമായി മാറുന്നു. ബലിപീഠം നമ്മെ പഠിപ്പിക്കുന്നത് സ്വയം മുറിയപ്പെടാതെ കൃപ ഒഴുകില്ല. സമർപ്പണമില്ലാതെ വിശുദ്ധി ഉണ്ടാവില്ല. ബലിയില്ലാതെ സ്നേഹം പൂർണ്ണമാവില്ല. വിശുദ്ധ മത്തായി സുവിശേഷം 23-ാം അധ്യായം 19-ാം വാക്യം. അന്തരെ ഏതാണ് വലുത്? കാഴ്ചവസ്തുവോ കാഴ്ചവസ്തുവിനെ പവിത്രമാക്കുന്ന ബലിപീഠമോ?